ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു MLT അക്കാഡമി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ബ്ലഡ് കോയാഗുലേഷൻ ആൻഡ് ഹീമോസ്റ്റാസിസ് ആണ്. ഹെമറ്റോളജി പാർട്ടിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹീമോസ്റ്റാസിസ് ആൻഡ് കോയാഗുലേഷൻ. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആൻഡ് 2 വീഡിയോസ് ആയിട്ടായിരിക്കും ഈ ഒരു സെഷൻ അപ്ഡേറ്റഡ് ആവുന്നത്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ഓൺ ടു ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ബേസിക്കലി കോയാഗുലേഷൻ എന്ന് പറയുന്ന മെക്കാനിസം നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സോ ഒരു ബ്ലഡ് വെസൽ വാളിന് ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുക ഒരു ഹീമോസ്റ്റാറ്റിക് പ്ലഗ്, ഒരു പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഫോം ചെയ്തിട്ട് ആ ഒരു ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് ബേസിക്കലി നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ആ പ്ലഗിനെ കൂടി നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ അതിലൂടെയുള്ള സ്മൂത്ത് ഫ്ലോ പിന്നെയും കറക്റ്റഡ് ആകുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി 3 സ്റ്റേജസ് ആയിട്ടാണ് ഹീമോസ്റ്റാസിസ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ്, ഒരു പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ പ്ലേറ്റ്ലെറ്റും ബ്ലഡ് വെസൽ വാളും ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഒരു പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്യുന്നു. അങ്ങനെ താൽക്കാലികമായി ബ്ലഡ് വെസൽ അവിടെ അറസ്റ്റഡ് ആകുന്നു ബൈ ദ ഫോർമേഷൻ ഓഫ് എ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇനീഷ്യേറ്റഡ് ആകുന്നു. കോയാഗുലേഷൻ പാത്വേ, എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് പോലെയുള്ള പാത്വേ ഇനീഷ്യേറ്റഡ് ആകുന്നു. അങ്ങനെ ഒരു ഫൈബ്രിൻ ക്ലോട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ക്ലോട്ടിനെ എല്ലാം ആ ഒരു സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. ബിക്കോസ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോട്ടിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. എങ്കിൽ മാത്രമേ അതിലൂടെയുള്ള നോർമൽ ഫ്ലോ വീണ്ടും ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം. അപ്പം ഉണ്ടായിട്ടുള്ള പ്രൈമറി സ്റ്റേജിലും സെക്കൻഡറി സ്റ്റേജിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു ക്ലോട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് റിമൂവ് ചെയ്യുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. അങ്ങനെ നോർമലി നമ്മളെ ബ്ലഡ് ഫ്ലോയിലേക്ക് നമ്മളെ ബ്ലഡ് വെസൽസ് തിരിച്ചു വരുന്നു. ഓക്കെ, ഇതാണ് ബേസിക്കലി ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ഉള്ള ഓവറോൾ ആയിട്ടുള്ള മെക്കാനിസം. സോ നമുക്ക് നോക്കാം, ഓരോരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ഫങ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഇൻ ഹീമോസ്റ്റാസിസ്. ഓപ്ഷൻ എ adhesion, B release reaction, C aggregation, D all of the above. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് all of the above ആണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വെസൽ വാൾ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ ഫംഗ്ഷൻ, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്തിട്ട് ആ ബ്ലീഡിങ് അവിടെ ടെമ്പററി സ്റ്റോപ്പ് ചെയ്യുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ആൻഡ് ആ പ്ലേറ്റ്ലെറ്റ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അഡഷൻ, രണ്ടാമത്തെ സ്റ്റേജ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ, മൂന്നാമത്തെ സ്റ്റേജ് പ്ലേറ്റ്ലെറ്റ് റിലീസ് റിയാക്ഷൻ, ആൻഡ് നാലാമത്തെ സ്റ്റേജാണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ്. ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റിനെയാണ് നമ്മൾ പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സ്റ്റേജ്, അതായത് പ്ലേറ്റ്ലെറ്റ് അഡഷനിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെസൽ വാൾ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ബ്ലഡ് വെസൽസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എൻഡോത്തീലിയം, അല്ലേ? എൻഡോത്തീലിയൽ ലെയേഴ്സ്, ട്യൂണിക്ക, ഇൻറ്റിമ, മീഡിയ, അഡ്വെൻറ്റീഷ്യ എന്നൊക്കെ പറയുന്ന ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ബ്ലഡ് വെസൽസിന്. ആൻഡ് ഈ എൻഡോത്തീലിയം എക്സ്പോസ്ഡ് ആകുന്നു, എൻഡോത്തീലിയൽ കൊളാജൻ എക്സ്പോസ്ഡ് ആകുന്നു. അവിടെ നിന്നും വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ റിലീസ് ചെയ്യുന്നു. ഓക്കെ, സോ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ എവിടെ നിന്നും റിലീസ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചേർഡ് എൻഡോത്തീലിയം. ഓക്കെ, അവിടെ നിന്നുള്ള കൊളാജനിൽ നിന്നുമാണ് ബേസിക്കലി ഈ ഒരു വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ എന്തുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? പ്ലേറ്റ്ലെറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റിൻ്റെ ഗ്ലൈക്കോപ്രോട്ടീൻ 1B9 സഹായത്തോടു കൂടി പ്ലേറ്റ്ലെറ്റും കൊളാജനും തമ്മിൽ, സബെൻഡോത്തീലിയൽ കൊളാജനും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത്. ആ ബൈൻഡിങ്ങിനെ സഹായിക്കുന്നത് ഈ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഡഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്, ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജ്, ഈ അഡഷൻ നടക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് എന്താകുന്നു? ആക്ടിവേറ്റഡ് ആകുന്നു. ഈ ആക്ടിവേഷൻ്റെ റിസൾട്ടായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ ഷേപ്പ് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് മാറുന്നു. ഡിസ്ക് ഷേപ്പിൽ നിന്നും ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്ലേറ്റ്ലെറ്റിൽ നിന്നും പ്ലേറ്റ്ലെറ്റ് ഗ്രാന്യൂൾസ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ആൽഫ ഗ്രാന്യൂൾസ് ആൻഡ് ഡെൻസ് ഗ്രാന്യൂൾസ്. ഈ ഗ്രാന്യൂൾസിൽ നിന്നൊക്കെ ADP, ത്രോംബോക്സിൻ, A2, സെറോട്ടോണിൻ പോലെയുള്ള ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. ആൻഡ് ഇവരെല്ലാം അഗ്രിഗേറ്റിംഗ് ഏജൻസ് ആണ്. അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ADP, സെറോട്ടോണിൻ, ത്രോംബോക്സിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് റിലീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ സഹായത്തോടു കൂടി നാലാമത്തെ ഫേസ്, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ നടക്കുന്നു. അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ്ലെറ്റിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും പ്ലേറ്റ്ലെറ്റ്സ് വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഒരു
ഒരു ക്ലംപ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് അവിടെ ഫോം ചെയ്യുന്നു. അതിനാണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും 4 കാര്യങ്ങൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനാണ്. ഹീമോസ്റ്റാസിസിൽ പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്യുന്നത് ഈ 4 ഫേസിലൂടെ കടന്നു പോയിട്ടാണ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 2. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ ഇസ് റിലീസ്ഡ് ഫ്രം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അത് വ്യക്തമാണ്. വോൺ വിലിബ്രാൻഡ് ഫാക്ടർ എന്തിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കാം. പ്ലേറ്റ്ലെറ്റ്സ്, ഇൻജേർഡ് എൻഡോത്തീലിയം, ലിവർ, none of the above. So basically it is released from the injured endothelium. Injured endotheliumത്തിൽ നിന്നാണ് വോൺ വിലിബ്രാൻഡ് ഫാക്ടർ റിലീസ് ചെയ്യുന്നത്. അതേസമയം ADP, സെറോട്ടോണിൻ പോലെയുള്ള പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റിംഗ് ഫാക്ടേഴ്സ് എല്ലാം റിലീസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഗ്രാന്യൂൾസിൽ നിന്നാണ്. ആൽഫ ഗ്രാന്യൂൾസ്, ഡെൻസ് ഗ്രാന്യൂൾസിൽ നിന്നുമാണ് അതെല്ലാം റിലീസ് ചെയ്യുന്നത്. Now question number 3. Binding of von Willebrand factor to platelets is facilitated by. von Willebrand factorഉം പ്ലേറ്റ്ലെറ്റ്സും തമ്മിലുള്ള ബൈൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇതിൽ ആരാണ്? പ്രോട്ടീൻ സി, ഫൈബ്രിനോജൻ, ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A, ഗ്ലൈക്കോപ്രോട്ടീൻ 1B9. സോ ബേസിക്കലി പ്ലേറ്റ്ലെറ്റ്സിന് 2 ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1B9ഉം രണ്ടാമത്തത് 2B3A ആണ്. ഓക്കെ, അപ്പോൾ 1B9 എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീനാണ് വോൺ വിലിബ്രാൻഡ് ഫാക്ടറും പ്ലേറ്റ്ലെറ്റും തമ്മിലുള്ള ബൈൻഡിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ 2B3A എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1B9 എന്ന് പറയുന്ന റിസപ്റ്റർ. അതായത് 1B9 ആണ് വോൺ വിലിബ്രാൻഡ് ഫാക്ടറും പ്ലേറ്റ്ലെറ്റും തമ്മിലുള്ള ബൈൻഡിങ്. അത് പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ എന്ന് പറഞ്ഞതാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ 4ാമത്തെ ക്വസ്റ്റ്യൻ. ആക്ടിവേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് കോസസ് ദ റിലീസ് ഓഫ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ നടന്നു, അതായത് അഡ്ഹഷൻ്റെ റിസൾട്ടായിട്ട് പ്ലേറ്റ്ലെറ്റ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ഈ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഗ്രാന്യൂൾസിൽ നിന്നും ചില കെമിക്കൽ കോമ്പോണൻസ് റിലീസ് ചെയ്യുന്നത്. അത് ബേസിക്കലി അഗ്രിഗേറ്റിംഗ് ഏജൻസ് ആണെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ADP, സെറോട്ടോണിൻ, ത്രോംബോക്സിൻ A2, ഓൾ ഓഫ് ദി എബവ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ്. ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി റിലീസ് റിയാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കെമിക്കൽസ്. ഓക്കെ, ADP, സെറോട്ടോണിൻ ആൻഡ് ത്രോംബോക്സിൻ A2. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ബൈൻഡിങ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ടു ഫൈബ്രിനോജൻ റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാർജ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ്സ് ഈസ് മീഡിയേറ്റഡ് ബൈ. അതായത് പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രൈമറി ഹീമോസ്റ്റാറ്റിക് ഫേസിലുള്ള 4ാമത്തെ സ്റ്റെപ്പ്, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ ആരാണ് പ്ലേറ്റ്ലെറ്റ്സ് ഫൈബ്രിനോജനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സിനെ അവിടേക്ക് അട്രാക്റ്റ് ചെയ്യുകയും അങ്ങനെ ഒരു ലാർജ് പ്ലേറ്റ്ലെറ്റ് ക്ലംപ് അവിടെ ഫോം ചെയ്യുന്നതിനും സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഏത് റിസപ്റ്ററാണ് എന്നാണ് അല്ലെങ്കിൽ ഏത് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ADP, ഫൈബ്രിനോജൻ, ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A, ഗ്ലൈക്കോപ്രോട്ടീൻ 1B9. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A ആണ്. അതായത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മുകളിലേക്ക് വീണ്ടും പ്ലേറ്റ്ലെറ്റ്സ് വന്ന് സ്റ്റിക്ക് ചെയ്യുക, അങ്ങനെ ഒരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ഫോം ചെയ്യുക. അതിനാണ് 4ാമത്തെ ഫേസ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സോ റിലീസ് റിയാക്ഷൻ്റെ ഭാഗമായി റിലീസ് ചെയ്യുന്ന ADP എല്ലാം പ്ലേറ്റ്ലെറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അങ്ങനെ പ്ലേറ്റ്ലെറ്റിൻ്റെ ഗ്ലൈക്കോപ്രോട്ടീൻ, അതായത് 2B3A എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ എക്സ്പോസ്ഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പ്ലേറ്റ്ലെറ്റ് പോയി അവിടെ ബൈൻഡ് ചെയ്തു, 2B3A എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൈബ്രിനോജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഈ ഒരു 2B3A എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ഫൈബ്രിനോജനായിട്ട് കമ്പൈൻ ചെയ്തു. ഫൈബ്രിനോജൻ വീണ്ടും പ്ലേറ്റ്ലെറ്റ്സിനെ ആ സൈറ്റിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു കൂട്ടം പ്ലേറ്റ്ലെറ്റ്സ് അവിടെ വന്ന് കമ്പൈൻ ചെയ്ത് നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സോ പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻ 1B9. അതേസമയം പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ പ്ലീസ് നോട്ട്. Now, which of the following is not a vitamin K dependent coagulation factor? 2, 5, 7, 10 ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ്, അതായത് പ്രൈമറി ഹീമോസ്റ്റാസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി ഹീമോസ്റ്റാസിസ്, അതായത് കോയാഗുലേഷൻ കാസ്കേഡ് ആക്ടിവേറ്റഡ് ആയി, കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആയിട്ട് കോയാഗുലേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക, അതായത് ഫൈബ്രിൻ ക്ലോട്ടിൻ്റെ ഫോർമേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കോയാഗുലേഷൻ ഫാക്ടേഴ്സ് അവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ബേസിക്കലി കോയാഗുലേഷൻ ഫാക്ടേഴ്സിൽ 3 തരമുണ്ട്. കോൺടാക്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ഫൈബ്രിനോജൻ കാറ്റഗറിയിൽ വരുന്നവരുണ്ട്, ആൻഡ്
വൈറ്റമിൻ കെ ഡിപ്പെൻഡൻറ്റ് കോയാഗുലേഷൻ ഫാക്ടേഴ്സും ഉണ്ട്. ഇതിൽ വൈറ്റമിൻ കെ ഡിപ്പെൻഡൻറ്റ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2, 7, 9, 10 ആണ്. ഓർത്ത് വയ്ക്കുക, 2, 7, 9, 10 ആർ വൈറ്റമിൻ കെ ഡിപ്പെൻഡൻറ്റ് കോയാഗുലേഷൻ ഫാക്ടർ. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് 5. 5 എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ഡിപ്പെൻഡൻറ്റ് ഫാക്ടർ അല്ല. Question number 7. Factor 10 is otherwise called. Factor 10 അതിൻ്റെ വേറെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫ്ലെച്ചർ ഫാക്ടർ, ഓപ്ഷൻ ബി ഹെജ്മാൻ ഫാക്ടർ, ഓപ്ഷൻ സി ക്രിസ്മസ് ഫാക്ടർ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റുവാർട്ട് പവർ ഫാക്ടർ. സോ ഫാക്ടർ 10ൻ്റെ അതർ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റുവാർട്ട് പവർ ഫാക്ടർ. കോയാഗുലേഷൻ ഫാക്ടേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ഇതിനെല്ലാത്തിനും പല പല പേരുകളിൽ ഇവർ അറിയപ്പെടുന്നുണ്ട് കോയാഗുലേഷൻ ഫാക്ടേഴ്സ്. നോക്കാം. ഫാക്ടർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫൈബ്രിനോജൻ. ഫാക്ടർ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രോത്രോംബിൻ. ഫാക്ടർ 3 എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയാം. ഫാക്ടർ 4 ഇസ് കാൽഷ്യം. ഓക്കെ. ഫാക്ടർ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലബൈൽ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് പ്രോ ആക്സിലറിൻ. 6 എന്ന് പറയുന്ന ഒരു ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ കോയാഗുലേഷൻ ഫാക്ടറിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഫാക്ടർ 6 ആണ്. ദെൻ ഫാക്ടർ 7 പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എസ് സിറം പ്രോത്രോംബിൻ കൺവേർഷൻ ആക്സിലറേറ്റർ ഓർ പ്രോ കൺവേർട്ടിംഗ്, അല്ലെങ്കിൽ സ്റ്റേബിൾ ഫാക്ടർ. അപ്പോൾ ലബൈൽ ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ 5ഉം സ്റ്റേബിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ 7ഉം ആണ്. ദെൻ ഫാക്ടർ 8 പറയുകയാണെങ്കിൽ ആൻറ്റി ഹിമോഫിലിക് ഫാക്ടറാണ്, അല്ലെങ്കിൽ ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ എ എന്നൊക്കെ നമുക്ക് പറയാം. Then factor 9 is plasma thromboplastin component or Christmas factor, അല്ലെങ്കിൽ ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ ബി ആണ് ഫാക്ടർ 9. ഫാക്ടർ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുവാർട്ട് പവർ ഫാക്ടർ, നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ഫാക്ടർ 11 ഈസ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആൻറ്റിസിഡൻറ്റ് ഓർ ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ സി. ഓക്കെ, അപ്പം ഹീമോഫിലിക് ഫാക്ടർ എയും ബിയും സിയും ഇവിടെ നമ്മൾ പറഞ്ഞു. നൗ ഫാക്ടർ 12 ഈസ് ഹെജ്മാൻ ഫാക്ടർ. ഫാക്ടർ 13 ഇസ് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. അതുപോലെ തന്നെ ഫ്ലെച്ചർ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെച്ചർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ കാലിക്രീൻ ആണ്. പ്രീ കാലിക്രീൻ ഈസ് അതർവൈസ് കോൾഡ് എസ് ഫ്ലെച്ചർ ഫാക്ടർ. ദെൻ ഫിറ്റ്സ്ഗെറാൾഡ് ഫാക്ടർ, ഹൈ മോളിക്കുലർ വെയ്റ്റ് കിനിനോജൻ ഇസ് ഓൾസോ കോൾഡ് എസ് ഫിറ്റ്സ്ഗെറാൾഡ് ഫാക്ടർ. സോ ഇത്രയും പേരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ. Now question number 8. Extrinsic pathway of coagulation is initiated by option A surface contact, option B tissue damage, tissue factor 7, then option C factor 12, option D pre-Kallikrien. സോ ബേസിക്കലി നമ്മൾ സെക്കൻഡ് ഫേസ്, അതായത് സെക്കൻഡറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കോയാഗുലേഷൻ പാത്വേസ് ഇനീഷ്യേറ്റഡ് ആവുന്ന ഒരു ഫേസാണ് സെക്കൻഡറി ഫേസ്. ആൻഡ് അവിടുത്തെ മേജർ റോൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ത്രോംബിൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ്, ഒരു സ്റ്റേബിൾ ക്ലോട്ട് ഫോം ചെയ്യുക. ആൻഡ് ഈ ത്രോംബിൻ പിന്നെ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ക്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ബേസിക്കലി ഈ ഒരു സെക്കൻഡറി ഹീമോസ്റ്റാസിസിൽ നടക്കുന്നത്. ആൻഡ് ഇവിടെ 2 പാത്വേസ് ആണ് വരുന്നത്, ഒന്ന് ഇൻട്രിൻസിക് പാത്വേസും ഒന്ന് എക്സ്ട്രിൻസിക് പാത്വേയും. ഇതിൽ ഇൻട്രിൻസിക് പാത്വേൻ്റെ ഇനീഷ്യേറ്റർ ആരാണ്, എക്സ്ട്രിൻസിക് പാത്വേൻ്റെ ഇനീഷ്യേറ്റർ ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രിൻസിക് പാത്വേൻ്റെ ഇനീഷ്യേറ്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി കോൺടാക്റ്റ് ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കോൺടാക്റ്റ് ആക്ടിവേഷൻ സിസ്റ്റം എന്നൊക്കെ പറയും. ഫാക്ടർ 12 സബ് എൻഡോത്തീലിയൽ കൊളാജനുമായിട്ട് ഫാക്ടർ 12 വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് ഇൻട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റഡ് ആകുന്നത്. അതേസമയം എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്ന സമയത്ത് ഒരു ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ടിഷ്യൂ ഫാക്ടർ പോയിട്ട് ഫാക്ടർ 7 ഇൻ ദ ബ്ലഡ് സ്ട്രീമിലുള്ള ഫാക്ടർ 7 ആക്ടിവേറ്റഡ് ആവുന്ന സമയത്താണ് എന്ത് ആക്ടിവേറ്റ് ആവുന്നത്, എക്സ്ട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഫാക്ടർ 7 ടിഷ്യൂ ഫാക്ടർ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് കോയാഗുലേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ടിഷ്യൂ ഫാക്ടറാണ്. അതേസമയം ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുന്ന സമയത്ത് ഫാക്ടർ 12 കോണ്ടാക്ട് ഫാക്ടേഴ്സ് ആണ് ഇൻട്രിൻസിക് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി 2 മെക്കാനിസം, ഇൻട്രിൻസിക് പാത്വേ, എക്സ്ട്രിൻസിക് പാത്വേ ആൻഡ് ഫൈനലി ദ കോമൺ പാത്വേ. ഇവരെല്ലാവരും കോമൺ ആയിട്ട് ലീഡ് ചെയ്യുന്ന കോമൺ പാത്വേ. ഇതാണ് 3 പാത്വേസ് വിച്ച് മേക്കപ്പ് ദ ക്ലാസിക്കൽ കോയാഗുലേഷൻ പാത്വേസ്. ഓക്കെ, ഇതിൽ ഇൻട്രിൻസിക് പാത്വേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സർഫസ് കോണ്ടാക്ട്, ഫൈനലി ഫാക്ടർ 12A ആയിട്ട് മാറുന്നു, 12A 11നെ 11A ആക്കി മാറ്റുന്നു, 11A 9നെ 9A ആക്കി മാറ്റുന്നു, ആൻഡ് പിന്നെ അത് കോമൺ പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്നു. 9A എന്ന് പറയുന്നത് ഫാക്ടർ 8ൻ്റെയും ഫോസ്ഫോലിപ്പിഡ്സിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ പ്രസൻസിൽ 10നെ 10A ആക്കി മാറ്റുന്നു. ആൻഡ് ഫൈനലി ഈ 10A എന്ന് പറയുന്ന ഫാക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ഫാക്ടർ 5
ആൻഡ് കാൽഷ്യം പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ആൻഡ് ഫൈനലി ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ഒരു സ്റ്റേബിൾ ഫൈബ്രിൻ ക്ലോട്ട് ആക്കിയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതാണ് ഇൻട്രിൻസിക് പാത്വേ. എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുന്ന സമയത്ത് ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും റിലീസ് ചെയ്യുന്ന ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ വിൽ ഗോ ആൻഡ് ആക്ടിവേറ്റ് ഫാക്ടർ 7 ആൻഡ് ഈ ഫാക്ടർ 7A ആണ് പിന്നെ കോമൺ പാത്വേയിലേക്ക് ഡയറക്റ്റ്ലി എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ തമ്മിലുള്ള കാര്യങ്ങൾ. Now question number 9. Which of the following is not an activator of the fibrinolytic system? അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡറി മെക്കാനിസം അല്ലെങ്കിൽ സെക്കൻഡറി ഹീമോസ്റ്റാസിസ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉണ്ടായിട്ടുള്ള ഫൈബ്രിൻ ക്ലോട്ട് നമ്മൾ ബ്ലഡ് വെസലിൽ തന്നെ നിൽക്കാൻ പാടില്ല. അതിനെയും നമ്മൾ റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ സ്മൂത്ത് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ നടക്കുള്ളൂ. അതിനാണ് നമ്മൾ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം. സോ ഫൈബ്രിൻ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൈബ്രിനെ ലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതായത് ഫൈബ്രിൻ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിൻ്റെ ആക്ടിവേറ്റർ അല്ലാത്തത് ഈ ഓപ്ഷനിൽ ആരൊക്കെയാണ്? ഓപ്ഷൻ എ കാലിക്രീൻ, ഓപ്ഷൻ ബി ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ, സി യൂറോകൈനേസ്, ഡി alpha-2 ആൻറ്റിപ്ലാസ്മിൻ. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് alpha-2 ആൻറ്റിപ്ലാസ്മിൻ ആണ്. ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സിൻ്റെ പ്രസൻസ്. അപ്പോൾ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ആണ് ബേസിക്കലി പ്ലാസ്മിനോജനെ പ്ലാസ്മിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ പ്ലാസ്മിനാണ് ഫൈബ്രിൻ ഡിഗ്രേഡേഷൻ പ്രോഡക്ട്സ് ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പം ഫൈബ്രിനെ ലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഫൈബ്രിൻ ക്ലോട്ടിനെ ഡിഗ്രേഡ് ചെയ്യണമെങ്കിൽ ആര് വേണം? പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് വേണം. സോ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാലിക്രീൻ ആയാലും ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ യൂറോകൈനേസ്, പിന്നെ സ്ട്രെപ്റ്റോകൈനേസ് വരുന്നുണ്ട്, ഫാക്ടർ 12A വരുന്നുണ്ട്. ഇതെല്ലാം പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സിന് എക്സാമ്പിളാണ്. അതായത് ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിൻ്റെ ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് alpha-2 ആൻറ്റിപ്ലാസ്മിൻ, ദെൻ alpha-2 മാക്രോഗ്ലോബുലിൻ, അതുപോലെ തന്നെ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ. അതെല്ലാം ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിളാണ്. സോ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിൻ്റെ ആക്ടിവേറ്റേഴ്സും ഇൻഹിബിറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോയാഗുലേഷൻ പാത്വേയുടെയും ആക്ടിവേറ്റേഴ്സും ഇൻഹിബിറ്റേഴ്സും നമുക്ക് പഠിക്കാം. Now question number 10. The inhibitor of extrinsic pathway of coagulation is option A antithrombin 3, option B protein C, option C tissue factor pathway inhibitor, ഓപ്ഷൻ ഡി ഡൈമർ. സോ ഇതിനെ നമ്മൾ നേരത്തെ ഇൻട്രിൻസിക് പാത്വേ എക്സ്ട്രിൻസിക് പാത്വേ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് എക്സ്ട്രിൻസിക് പാത്വേയുടെ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത് ടിഷ്യൂ ഫാക്ടർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ടിഷ്യൂ ഫാക്ടർ പാത്വേ ഇൻഹിബിറ്റർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഇൻഹിബിറ്റർ ഓഫ് ദി എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് കോയാഗുലേഷൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണ്? ഇതെല്ലാം ബേസിക്കലി കോയാഗുലേഷൻ്റെ ഇൻഹിബിറ്റേഴ്സ് തന്നെയാണ്. ആൻറ്റിത്രോംബിൻ 3 നമ്മൾ ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആൻറ്റി കോയാഗുലൻ്റ്, അതായത് കോയാഗുലേഷൻ ഇൻഹിബിറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ആൻറ്റിത്രോംബിൻ 3. സോ ആൻറ്റിത്രോംബിൻ 3 എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിത്രോംബിൻ 3 വിൽ ഗോ ആൻഡ് ബൈൻഡ് വിത്ത് ത്രോംബിൻ. അപ്പോൾ ആൻറ്റിത്രോംബിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആണ്. അതിനൊരിക്കലും ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ സി പ്രോട്ടീൻ എസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഫാക്ടർ 5നും അതുപോലെ തന്നെ ഫാക്ടർ 8നും ഇൻട്രിൻസിക് പാത്വേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ 5നും ഫാക്ടർ 8നും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാളാണ് പ്രോട്ടീൻ സി. അതേപോലെ ടിഷ്യൂ ഫാക്ടർ പാത്വേ ഇൻഹിബിറ്റർ ഞാൻ പറഞ്ഞു എക്സ്ട്രിൻസിക് പാത്വേയുടെ ഒരു ഇൻഹിബിറ്ററാണ്. പിന്നെ ഡി ഡൈമർ എന്ന് പറയുന്നത് ഒരു ക്ലോട്ട് ഫോർമേഷന് ഒരു ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഉള്ള ഒരാളാണ് ഡി ഡൈമർ എന്നുള്ളത്. അപ്പോൾ ഇവർ 4 പേരും ബേസിക്കലി കോയാഗുലേഷൻ പാത്വേയുടെ ഇൻഹിബിറ്റേഴ്സാണ്. സോ കോയാഗുലേഷൻ പാത്വേയുടെ ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റത്തിൻ്റെ ഇൻഹിബിറ്റേഴ്സും ഓർക്കുക. Now of the following the platelet aggregating agents are option A ADP, B Ristocetin, C Collagen, D all of the above. സോ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ക്ലംപിങ്ങിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ഏജൻസിനെ നമ്മൾ കൊടുത്തിട്ട് അവരെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഗോണിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് എത്രമാത്രം ഡിഗ്രി അല്ലെങ്കിൽ ദ റേറ്റ് അല്ലെങ്കിൽ ദ ഡിഗ്രി അറ്റ് വിച്ച് ഇവരെ ഒരു ക്ലംബ് ഫോം ചെയ്യുന്നത് എത്രമാത്രം ആണെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്
പറയുന്നത്. ഒരു എഗ്രിഗോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ഇവർ 3 പേരും ബേസിക്കലി നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ADP ആയാലും കൊളാജൻ ആയാലും റിസ്റ്റോസെറ്റിൻ ആയാലും അതുപോലെ തന്നെ അരക്കിഡോണിക് ആസിഡ് നമുക്കൊരു അഗ്രിഗേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അഡ്രിനാലിൻ യൂസ് ചെയ്യാം, ദെൻ ത്രോംബിൻ യൂസ് ചെയ്യാം. ഇതെല്ലാം പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റിംഗ് ഏജൻസിന് എക്സാമ്പിളാണ്. ഓക്കെ. Now question number 12, the site preferred for determining bleeding time by IV's method. അപ്പോൾ ബ്ലീഡിംഗ് ടൈം ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. IV's മെത്തേഡും ഡ്യൂക്സ് മെത്തേഡുമാണ് ബേസിക്കലി നമ്മൾ ബ്ലീഡിംഗ് ടൈം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. IV's മെത്തേഡും അതുപോലെ തന്നെ ഡ്യൂക്സ് മെത്തേഡും. ഇതല്ലാതെ മറ്റ് മെത്തേഡ്സും ഉണ്ട്, നമുക്ക് പഠിക്കാം. സോ ഇവിടെ സൈറ്റ് ഏതാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിരിക്കുന്നത്. ഫിംഗർ ടിപ്പ്, ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ഫോറാം, ഇയർ ലോബ്, ഹീൽ. അപ്പോൾ ഇതിൽ IV's മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ഫോറാം, ചില സമയത്ത് വോളാർ ആസ്പെക്റ്റ് ഓഫ് ഫോറാം, അങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇവിടെ 2 സെപ്പറേറ്റ് ഇൻസിഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ഒരു ആവറേജ് ടൈമാണ് നോക്കുന്നത്. സോ 2 to 6 മിനിറ്റ്സ് ആണ് ദ നോർമൽ വാല്യൂ. ഡ്യൂക്സ് മെത്തേഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇയർ ലോബാണ്. അത് ഇൻഫൻസിലാണ് കൂടുതലും ചെയ്യുന്നത്. ഇയർ ലോബും ഹീലും എല്ലാം നമ്മൾ ഡ്യൂക്സ് മെത്തേഡിൽ ചെയ്യുന്നതാണ്. ആൻഡ് ഇതിൻ്റെ നോർമൽ വാല്യൂം ഏകദേശം ഒരു 2 to 6 മിനിറ്റ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ടൈം ആണെന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ സൈറ്റ് ഡിഫറെൻ്റ് ആണ്. ഡ്യൂക്സ് ആവുന്ന സമയത്ത് ഇയർ ലോബ് അല്ലെങ്കിൽ ഹീലാണ്, അതേസമയം IV's ആകുന്ന സമയത്ത് ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ഫോറാം ആണ് നമ്മൾ സൈറ്റായിട്ട് ചൂസ് ചെയ്യുന്നത്. പിന്നെ നോർമൽ വാല്യൂ അതും ഇമ്പോർട്ടൻ്റ് ആണ്. Now question number 13, Mielke method is used for option A, vessel wall permeability, B, bleeding time, C, clotting time, and D, prothrombin time. Mielke method എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ബ്ലീഡിംഗ് ടൈം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, Mielke മെത്തേഡ്. അപ്പോൾ ബ്ലീഡിംഗ് ടൈം നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഓൾറെഡി 2 പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് IV's മെത്തേഡും ഒന്ന് ഡ്യൂക്സ് മെത്തേഡും. സോ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സ്കിൻ വൂണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് സ്കിൻ വൂണ്ടിൽ നിന്നുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര സമയമെടുത്തു എന്നാണ് നമ്മൾ ബ്ലീഡിംഗ് ടൈം എന്ന് പറയുമ്പോൾ നോക്കുന്നത്. 4 മെത്തേഡ്സ് വരുന്നുണ്ട്. IV's മെത്തേഡ്, ഡ്യൂക്സ് മെത്തേഡ്, അതുപോലെ തന്നെ Mielke ഓർ ടെംപ്ലേറ്റ് മെത്തേഡ്. ടെംപ്ലേറ്റ് മെത്തേഡ് എന്നും ഇതിന് പറയാം. Mielke മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ് എസ് ടെംപ്ലേറ്റ് മെത്തേഡ്. അവിടെ നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കൊരു വൂണ്ടിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിൻ്റെ ഡെപ്ത് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനൊരു അഡ്വാൻറ്റേജ്. അതേപോലെ വേറൊരു മെത്തേഡാണ് സിംപ്ലേറ്റ് ഓർ സർജിക്കട്ട് മെത്തേഡ്. അതൊരു BT ഡിവൈസാണ് ബേസിക്കലി. സോ സിംപ്ലേറ്റ് ഓർ സർജിക്കട്ട് മെത്തേഡ് ഇസ് ദി അനദർ മെത്തേഡ് ഫോർ determining bleeding time. Now question number 14, the other name for capillary fragility test is option A, Cook's method, Hess test, tourniquet test, both B and C. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് B and C ആണ്. അപ്പോൾ കാപ്പിലറി ഫ്രെജിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റിൻ്റെ വെസൽ വാൾ ഇൻട്രാക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു ടെസ്റ്റാണ് കാപ്പിലറി ഫ്രെജിലിറ്റി ടെസ്റ്റ്. അതിന് നമുക്ക് ടൂണിക്കറ്റ് ടെസ്റ്റ് എന്നും ഹെസ് ടെസ്റ്റ് എന്നും പറയാം. സോ ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു BP കഫ് നമ്മൾ അപ്പർ ആമിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു 80 mm ഓഫ് മെർക്കുറി വരെ അത് ഇൻഫ്ലേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അങ്ങനെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ എൽബോയുടെ തൊട്ട് താഴെയായിട്ട് എത്ര പെറ്റക്കിയാസ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ ഫോം ചെയ്യുന്ന പെറ്റക്കിയാസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇതിൽ ബേസിക്കലി 5 താഴെ പെറ്റക്കിയാസിൻ്റെ നമ്പർ 5 താഴെയാണെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ, 5 മുകളിലാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഓക്കെ, നമ്പർ ഓഫ് പെറ്റക്കിയാസ് 5 മുകളിലാണെങ്കിൽ ഇറ്റ് ഇസ് പോസിറ്റീവ്. അപ്പോൾ ത്രോംബോസൈറ്റോപീനിയയിലാണ് ഇത് കൂടുതലായിട്ടും പോസിറ്റീവായിട്ട് കിട്ടുന്നത്. അതായത് 70,000 അതിനേക്കാൾ കുറവായിട്ടൊക്കെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുകയാണെങ്കിലാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. സോ നോർമൽ കൗണ്ട് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 1.5 to 4.5 lakhs ആണ്. സോ അത്രയും കുറവ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്ന സമയത്താണ് കാപ്പിലറി ഫ്രെജിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഹെസ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത്. Now question number 15, the normal clot retraction in 1 hour by quantitative method is 35 to 56%, 50 to 100%, 58 to 97%, 60%. അപ്പോൾ ക്ലോട്ട് റിട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാധാരണഗതിയിൽ നമ്മളെ ബ്ലഡ് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ക്ലോട്ട് ചെയ്യും. അങ്ങനെ ഈ ക്ലോട്ട് റിട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്നും സിറം പുറത്തേക്ക് വരിക. അതിനാണ് ബേസിക്കലി ക്ലോട്ട് റിട്രാക്ഷൻ ആൻഡ് സിറം സെപ്പറേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഈ ക്ലോട്ട് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ റിട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് 1 അവറിനുള്ളിൽ 1 to 4 hours ഒക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ക്ലോട്ട് റിട്രാക്ട് ചെയ്യുകയും അതിൽ നിന്നും സിറം പുറത്തേക്ക് സെപ്പറേറ്റ് ആവുകയും ചെയ്യും.
സോ ഇതെന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ക്ലോട്ട് റിട്രാക്ഷൻ്റെ ഭാഗമായി എത്രമാത്രം സിറം പുറത്തേക്ക് വന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. നമ്മളൊരു 10 ml സിറം 10 ml ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ അനുവദിക്കുകയും അതിൽ നിന്നും പുറത്തിറങ്ങിയ സിറം അല്ലെങ്കിൽ അതിൽ നിന്നും എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സിറത്തിൻ്റെ വോളിയം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ പേഷ്യൻ്റെ PCV കൂടി നോക്കുക. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടുള്ളൊരു കാൽക്കുലേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലോട്ട് റിട്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 58 to 97% ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹീമോസ്റ്റാസിസിലെ ഫസ്റ്റ് സെഷൻ. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 15 questions ആയിട്ട് നമുക്ക് ഉടനെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.